പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ചാനൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അഥവാ യുഗാന്ത്യം അല്ലെങ്കിൽ ലോകാവസാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്നും വൈദികരിൽ നിന്നും കേൾക്കുന്നതിനേക്കാളേറെ മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ രണ്ടാം വരവ് എന്നിങ്ങനെ. എന്നാൽ അത് നമ്മൾ കേൾക്കുന്നതിനേക്കാളേറെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനായിട്ട് ഡേറ്റുകൾ ചേർത്തുകൊണ്ടാണ് ഞാൻ സാധാരണ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡേറ്റുകളെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എൻ്റെ ചാനലുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം എല്ലാം വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ എൻ്റെ സ്വന്തമായൊരു കാഴ്ചപ്പാടിലല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ കത്തോലിക്ക സഭയുടെയും ലോകത്തിൻ്റെ ചരിത്ര പുസ്തകവുമാണ്, ദൈവിക വചനവുമാണ്. കത്തോലിക്ക സഭയ്ക്ക് അത് ദൈവവചനത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അങ്ങനെ ജീവനുറ്റ ദൈവവചനം, സർവശക്തനായ യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയ വചനങ്ങൾ, അതിനുശേഷം പരിശുദ്ധാത്മാവ് 2000 വർഷമായിട്ട് സഭയെ, ലോകത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങൾ, പരോക്ഷ അടയാളങ്ങളൊക്കെ നമ്മൾ വിവിധ രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണമാണ് യുദ്ധങ്ങളും ക്ഷാമങ്ങളും, പിന്നെയുള്ളത് ഭൂകമ്പങ്ങൾ. ഇതെല്ലാം നമുക്കൊരു സുപരിചിതമായ വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഇപ്പോൾ ലോകത്ത് 2 യുദ്ധങ്ങൾ ഒരേപോലെ ആരംഭിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം. മറ്റേ രണ്ടാമത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇതിങ്ങനെ ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇനി തൈവാനും ചൈനയും തമ്മിലുള്ളതും, ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ളതും, ഇതൊക്കെ ഇനി വരാനിരിക്കുന്നു. നാറ്റോയും റഷ്യയും തമ്മിലുള്ളതും എല്ലാം ഉദ്ഘാടനത്തിൻ്റെ ദിവസവും കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യക്ഷമായ ഒരു അടയാളം എത്രമാത്രം നമ്മുടെ അടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതിനെ നമ്മൾ കുറച്ച് ആത്മീയ തലത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി എഴുതിപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 10-ാം തിരുവചനമാണ്, 9-ാം തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. ഇതാണ് ആ വചനം. നമുക്കത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഒന്നും മനസ്സിലാവുകയില്ല, പ്രിയപ്പെട്ടവരെ. അതിനാൽ ഞാൻ അതിൻ്റെ വ്യാഖ്യാനാർത്ഥങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളുടെ ഒരു കലവറയെ തുറന്നു തന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാം. അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ, എന്താണ് കൊയ്ത്തുകാലം? കൊയ്യണമെങ്കിൽ നമ്മൾ വിത്തുകൾ വിതയ്ക്കണം, വാരി എറിയണം, വിത്തുകൾ വാരി എറിയണം. ഈ വിത്തുകൾ വാരി എറിയുക എന്ന് പറയുമ്പോൾ ജനസമുദ്രങ്ങൾ, ജനകോടികൾ, വിവിധ ജനങ്ങൾ, ഇപ്പോൾ റഷ്യൻ ജനങ്ങൾ, ഇന്ത്യൻ ജനങ്ങൾ, മുസ്ലിം ജനങ്ങൾ, അമേരിക്കൻ ജനങ്ങൾ, ഇങ്ങനെ വിവിധ കണ്ടങ്ങളായി, വിവിധ കൃഷിയിടങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഈ ജനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വാരി എറിയുകയാണ് പ്രിയപ്പെട്ടവരെ. അതാണ് സുവിശേഷം, സുവിശേഷ പ്രഘോഷണങ്ങൾ, സുവിശേഷ ശുശ്രൂഷകൾ, സുവിശേഷ കൺവെൻഷനുകൾ, സുവിശേഷ ധ്യാനങ്ങൾ, സുവിശേഷ ആരാധനകൾ, കുർബാനകൾ, സഭയുമായിട്ട് ചേർന്നുള്ള കൗദാശിക തലങ്ങൾ. ഇതെല്ലാം വിത്തുകളാണ് പ്രിയ സഹോദരങ്ങളെ. അതെല്ലാം ലോകത്തിലേക്ക് വചനപ്രഘോഷകരിലൂടെ, ലോകത്തിൽ ഇപ്പോൾ മീഡിയയിൽ കൂടെ ഒക്കെ സുവിശേഷം ലോകത്തേക്ക് വിത്താകുന്ന സുവിശേഷമാകുന്ന വിത്ത് വാരി എറിഞ്ഞുകൊണ്ട് വിളവെടുപ്പിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ, അപ്പോൾ ഈ എറിഞ്ഞ വിത്തുകളിലെ, അതിലെ നന്മയുടെ ഭാഗത്തെ, അതിൻ്റെ പതിരുകളെ നീക്കം ചെയ്ത് അതിൻ്റെ ധാന്യമണികളെ കൊയ്തെടുക്കാൻ സമയമായി എന്ന് സർവശക്തനായ ദൈവം വിശുദ്ധ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്.
ആ കർത്താവ് പറഞ്ഞു, അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചു വാങ്ങും. വിളവെടുപ്പ് എന്ന് പറയുന്നത് മുന്തിരിയും കൃഷിയാണ് ചെയ്യുന്നത്. മുന്തിരി കൃഷിയും കർത്താവ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് കൃഷിയും ദൈവം ചെയ്യുന്നുണ്ട്. ഗോതമ്പിൽ ധാന്യം അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യം എന്നുകൊണ്ട് കർത്താവ് ഇന്നത്തെ അർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. കുർബാന എന്ന മഹത്തായ സത്യമാണ്. അത് കർത്താവിന് കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാൻ എൻ്റെ ധാന്യം തിരിച്ചു വാങ്ങും എന്ന് പറഞ്ഞാൽ കുർബാന എന്നേക്കുമായി നിന്നു പോകും എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഓസിയ പ്രവാചകനോട് എഴുതി വെച്ച വചനത്തിൻ്റെ വ്യാഖ്യാനാർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് പറയുകയാണ്, അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചു വാങ്ങും. വീഞ്ഞ് എന്നതുകൊണ്ട് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് രണ്ടർത്ഥമാണ് പ്രിയപ്പെട്ടവർ. ഒന്ന് വിവാഹം, മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർ ശക്തമായി പരിശുദ്ധാത്മാവ് ആവസിക്കപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ മറുഭാഷകളിൽ സംസാരിക്കുകയും അവർ നൃത്തം ചെയ്യുകയും അവരുടെ ശിരസിൽ തീനാളങ്ങൾ വന്ന് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ വന്ന് നിറയുകയും ചെയ്തപ്പോൾ മറ്റ് വിചാരികൾ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇവർക്ക് പൂസ, നമ്മുടെ നാടഭാഷയെ പറഞ്ഞാൽ അവർക്ക് കിക്കായി എന്നൊക്കെ പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, അവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ്. സഭ നമ്മുടെ ആധുനിക ലോകത്ത് വിവാഹമെന്ന ആ പരമസത്യത്തിലൂടെ പരിശുദ്ധാത്മാവ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് അതിൽ നിന്ന് വൈദികരും കന്യാസികളും വചനപോഷം ഉണ്ടാകുന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നു. സഭ വളരുന്നു, സഭയുടെ കൂട്ടായ്മ വളരുന്നു. ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ആ വലിയ മഹത്തായ സത്യത്തെ കർത്താവ് പറയാണ്, വിളവെടുപ്പ് വരുമ്പോൾ ഞാൻ വീഞ്ഞും തിരിച്ചെടുക്കും. അപ്പോൾ വിവാഹം ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. പരിശുദ്ധാത്മാവ് സഭയിലും ലോകത്തിലും ഇല്ലാതാകും. വചനപ്രഘോഷണം ലോകത്ത് ഇല്ലാതാകും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വിളവെടുപ്പ് വരാറായി, കൊയ്ത്ത് കാലമാകാറായി എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ തിരിച്ചെടുക്കുന്ന കർത്താവ്. സർവശക്തനായ ദൈവം സഭയിലാണ് പരിശുദ്ധ കുർബാന, ധാന്യം എന്ന ഉദ്ദേശിച്ച കുർബാന, ഗോതമ്പപ്പം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ കുർബാന, അത് കർത്താവ് തിരിച്ചു വാങ്ങും. മറ്റൊന്ന് പറയാണ്, എന്താണ് കർത്താവ് പറയുന്നത്? വിളവെടുപ്പ് വരുമ്പോൾ, അതായത് ലോകത്ത് നിന്ന് വിവാഹമെന്നതും ലോകത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെയും ഞാൻ തിരിച്ചെടുക്കും. കർത്താവ് തിരിച്ചെടുക്കും. കർത്താവ് ഇത് നമുക്ക് തന്നതാണ്. ഇത് എന്നാൽ കർത്താവ് അടുത്ത അതിൻ്റെ പറയുന്നത്, നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്ത കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്ത കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. നഗ്നത മറയ്ക്കുക. എന്താണ് നഗ്നത മറയ്ക്കുന്നത്? ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് കത്തോലിക്ക സഭ ആകുന്ന ക്രിസ്ത്യാനികൾ, ലോകത്തിലെ 24 റീത്തുകളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭയിലെ ജനങ്ങൾ തൻ്റെ പാപമാകുന്ന നഗ്നതയെ മറയ്ക്കാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമാണ് സഭയിലെ വിവിധ റീത്തുകൾ. 24 റീത്തുകൾ, സഭയാകുന്ന റീത്ത്. ആ റീത്താകുന്ന ചണവസ്ത്രം കർത്താവ് നമുക്ക് ഉടുക്കാൻ തന്നതാണ് എന്ന് പറഞ്ഞാൽ, ഈ സഭയിൽ നിൽക്കുന്നവർ ഇത് പാപം ചെയ്യാതെ, തിന്മ ചെയ്യാതെ, നഗ്നരാകാതെ, നഗ്നമാക്കപ്പെടാതെ, നാണം കെട്ടവരായി മാറാതെ കർത്താവ് ഉടുക്കാൻ തന്നതാണ് ചണവസ്ത്രമാണ് സഭ. ആ സഭയെ ഞാൻ തിരിച്ചു വാങ്ങും. കർത്താവിന് നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്ത കമ്പിളിയും ചണവസ്ത്രങ്ങളും. കമ്പിളി എന്ന് പറയുന്നതാണ് സഭ, ചണവസ്ത്രം എന്ന് പറയുന്നതാണ് പിന്നെ നമ്മുടെ അതോടനുബന്ധിച്ച് സഭയോടുകൂടി. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്ത് നഗ്നത മറയ്ക്കാൻ വേണ്ടി തന്ന കമ്പിളി വസ്ത്രമാണ് സഭ. അതിന് ചണവസ്ത്രങ്ങളാണ് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെല്ലാം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കൗദാശികത അഥവാ കൂദാശകൾ ഇന്നത്തെ അർത്ഥത്തിൽ പറയുമ്പോൾ. കർത്താവ് അത് കൗദാശിക തലങ്ങളെ സഭ ഇല്ലാതാകും, കൂദാശകൾ ഇല്ലാതാകും എന്നാണ് പ്രിയപ്പെട്ടവരെ അതിന് നേരിട്ടുള്ള അർത്ഥം. പക്ഷെ അത് ഈ രീതിയിൽ പറഞ്ഞു വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങനെ സംഭവിക്കുന്നത്? കർത്താവ് എന്തുകൊണ്ടാണ് ഈ സുവിശേഷമെല്ലാം ലോകത്ത് വാരി വിതറി ജനകോടികളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലോകം അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത്. യുഗം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എത്തപ്പെട്ടു നിൽക്കുകയാണ്. യുഗാന്ത്യം എന്നത് പരമസത്യമാണ്. കാരണം ആ ഡേറ്റുകൾ, കാലഘട്ടങ്ങൾ, തീയതികളെ മനുഷ്യന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന 2024 വർഷം ആയി
എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം 2000 കഴിഞ്ഞിട്ട് 24 വർഷം കൂടെ മുന്നോട്ട് വന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. എന്നാൽ അത് യുഗാന്ത്യമാണ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് യുഗാന്ത്യമെന്ന് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദ്യമായി കേൾക്കുന്നവർക്കോ പുതുതായി കേൾക്കുന്നവർക്കോ പെട്ടെന്ന് ഓർമ്മ വരാൻ ചെറിയ രൂപത്തിൽ ഞാൻ പെട്ടെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു AD 33 കുരിശിൽ തൂക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നള്ളി എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളും ചരിത്ര തെളിവുകളും ഇന്ന് ലോകത്ത് സുലഭമാണ്. എന്നാൽ ഈ AD 33 യേശു ക്രിസ്തു മരിച്ച് ഉയർത്തതിന് ശേഷമാണ് AD BC എന്നീ 2 കാലഘട്ടങ്ങൾ ചരിത്രത്തിൽ തിരിയുന്നത്. അപ്പോൾ യേശു മരിച്ചതിന് ശേഷമുള്ള കാലഘട്ടങ്ങളെ AD 33 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AD 33 കൂടി 1000 വർഷം കൂട്ടുമ്പോൾ 1033 ആകും. അപ്പോൾ ഒരു യുഗം പൂർത്തിയായി. ഈ ഒരു യുഗം പൂർത്തിയായി അതിനുശേഷം അടുത്ത യുഗം വരുമ്പോൾ 2033 ആകും. എന്നാൽ 2033 എന്ന ആ സമയം വരുന്നതിന് 10 വർഷം കൂടി ഇനി താമസമുണ്ട്. കാരണം ഇത് 2024 23 കഴിഞ്ഞ് പോയി 24, 2024 കഴിഞ്ഞ് 9 വർഷം കഴിയുമ്പോൾ 2033 ആകും. 2024 നിന്ന് 10 വർഷം കഴിയുമ്പോൾ അത് 2034 എന്ന സംഖ്യയിലേക്ക് വരും. അപ്പോൾ 2034 ഫെബ്രുവരി 15-ാം തീയതിയാണ് ഈ ലോകത്തിലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ സെക്കൻഡിൽ അപ്രത്യക്ഷമാകുന്നെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 2 യുഗം പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തെയാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി വളരെ ലളിതമായ ഭാഷയിൽ പെട്ടെന്ന് നിങ്ങൾ സംസാരിക്കുക. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തേക്ക് നോക്കിക്കൊണ്ടാണ്, ഈ കാലഘട്ടത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർവശക്തനായ യേശു പിതാവായ ദൈവം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം കർത്താവ് പറഞ്ഞു വെച്ചത്, അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞ് ഞാൻ തിരിച്ചു വാങ്ങും. നഗ്നത മറയ്ക്കാൻ അവൾ കൊടുത്ത കമ്പിളി വസ്ത്രങ്ങളും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചെടുക്കും എന്ന് കർത്താവ് പറയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, കൊയ്ത്തുകാലം, സുവിശേഷ പ്രഘോഷണം ലോകത്തിൻ്റെ എല്ലാ വിവിധ ഭാഗങ്ങളിലും ഏകദേശം 50 വർഷം 60 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്ത് മുഴുവൻ സുവിശേഷം, ആഗോള സുവിശേഷവൽക്കരണം, ആഗോള സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 55-60 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്ത് സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവാകുന്ന ആ സത്യത്തെ, ആ സ്നേഹത്തെ, ആ നിത്യജീവനെ, ആ മഹത് സത്യത്തെ, ആ മഹത് യാഥാർത്ഥ്യത്തെ ലോകത്തിന് സകല മനുഷ്യർക്കും സ്വർഗീയ ജീവിതമുണ്ടെന്നും അത് നിത്യജീവൻ്റെ ഉറവിടമാണെന്നും അങ്ങോട്ട് പോകുവാൻ ഒരുക്കപ്പെട്ട, ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഏക വ്യക്തി യേശു ക്രിസ്തു എന്ന ഏകദൈവമാണെന്നും ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ, ക്രിസ്തുവിൻ്റെ തത്വങ്ങളും സ്നേഹവും ആശയവും വിശുദ്ധിയും ജ്ഞാനവും വിവേകവും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞു നിന്നാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മയും അങ്ങോട്ട് ചേർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശേഷം കേട്ടിട്ട് ഏകദേശം 55-60 വർഷ കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കർത്താവ് പറയാണ്, സുവിശേഷത്തിൻ്റെ കാലഘട്ടം തീരാറായി. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ക്ലാസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു വെക്കുന്ന സമയം എന്തുകൊണ്ടാണ്, ഇനി നമുക്ക് ചിന്തിക്കാനുള്ള വചനം ഇതാണ്. കർത്താവ് പറഞ്ഞ ഈ ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം അത് കുറച്ചുകൂടി വ്യാപകമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ ദൈവമായ കർത്താവ് അന്ന് പറഞ്ഞു വെച്ചത്, ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് കടന്നു പോകേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനമാണ്. വെളിപാട് 17:3. ആ വചനം ഇപ്രകാരമാണ്, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. അതാണ് കർത്താവിന്, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി എന്ന് കർത്താവ് പറയാണ്. എന്താണ്, ആരാണ് അവൾ? അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അന്നത്തെ ഭാഷയിൽ അത് ബാബിലോൺ സംസ്കാരമായിരുന്നു വിചാരിക്കാം. എന്നാൽ ഇന്നത്തെ അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കർത്താവിൻ ലോകത്തിലെ എല്ലാവരെക്കുറിച്ചും അവളെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ അർത്ഥം 1 ഇസ്രായേലും 2 കത്തോലിക്ക സഭയുമാണ്. സഭ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഉന്മത്തമായി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അതിൻ്റെ കുറച്ചുകൂടെ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അവിടെ കർത്താവ് പറയുകയാണ്, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കരങ്ങളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്തു പിടിച്ചു.
പ്രിയ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഓരോ വചനത്തെയും എടുത്തു വെച്ച് അതിൻ്റെ ഘടന എന്താണ്, ആ സാഹചര്യത്തിൽ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം, ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നിങ്ങനെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ ചണവസ്ത്രവും ധാന്യവും തിരിച്ചെടുക്കും അതിൻ്റെ സമയമായി എന്ന് നമ്മൾ ബോധ്യമാവുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വെച്ച വചനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകം. നമുക്കറിയാം, അവിടെ കർത്താവ് പറയുകയാണ്, യെരമ്യാ പ്രവാചകനിൽ കൂടെ കർത്താവ് പറഞ്ഞതാണ്, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കീഴിൽ ബാബിലോൺ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏതൊരു സോദോം ഗോമോറയുടെ ഒരു പ്രതീകാത്മക അർത്ഥമായിരുന്നു. സോദോം ഗോമോറ എന്താണ് നമുക്കറിയാം. സോദോം ഗോമോറയിൽ സ്വർഗ വിവാഹം അവർ ആ സമൂഹം അംഗീകരിച്ചിരുന്നു. അത് ആബാലവൃദ്ധം ജനങ്ങൾ അതിനെ അംഗീകരിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ സ്വർഗഭോഗശാലകൾ അന്നത്തെ ബാലന സംസ്കാരത്തിലുണ്ടായിരുന്നു. അവിടെ മൃഗഭോഗത്തെ അവർ അംഗീകരിച്ചിരുന്നു. വിവാഹത്തെ അവർക്ക് താല്പര്യമില്ലാത്ത വിധം അവർ അതിനോട് വെറുപ്പ് കാണിച്ചിരുന്നു. അങ്ങനെ കുട്ടികളും വൃദ്ധന്മാരും ആബാലവൃദ്ധം ജനങ്ങളും സ്വർഗഭോഗ അനുരാഗികളാകുകയും സ്വർഗ വിവാഹം നടത്തുകയും സ്വർഗ ഇണചേരുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് പിതാവായ ദൈവം മോശയ്ക്ക് കൊടുത്ത എല്ലാ നിയമങ്ങളും എല്ലാ വിശുദ്ധിയും എല്ലാ തത്വസമൃദ്ധികളെയും അവർ തട്ടിമറിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഭാവനയനുസരിച്ച് പിശാചിനോട് ചേർന്ന് നിന്ന് പിശാചിൻ്റെ ഇഷ്ടത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ കർത്താവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അണുവായുധങ്ങൾ ഇട്ടുകൊണ്ട്, അന്നത്തെ ഭാഷയിലാണ് തീയും ഗന്ധവും. ആ തീയും ഗന്ധവും എന്താണെന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാണ് പ്രിയപ്പെട്ടവരെ, ആണവ ആയുധങ്ങൾ. അന്ന് കർത്താവ് അഗ്നി കൊണ്ട് കഴിയ സ്ഥലമാണ് സോദോമും ഗോമോറയും എങ്കിൽ ഇന്ന് വീണ്ടും ഈ ലോകത്തെ മുഴുവനും സോദോം ഗോമോറയായിട്ട് കർത്താവ് കാണുകയാണ്. കാരണം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ യെരമ്യാ പ്രവാചകൻ പറഞ്ഞ 51-ാം അധ്യായം 7-ാം തിരുവചനം, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കരങ്ങളിൽ ബാബിലോൺ, അതിൽ വീഞ്ഞു കുടിച്ച് ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു. അത് വെളിപാട് 17:3 വരുമ്പോൾ അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി, ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അപ്പോൾ ഈ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ദൈവം പറഞ്ഞു വെച്ച വചനത്തിൻ്റെ നിഗൂഢ അർത്ഥങ്ങളെ നമ്മളിപ്പോൾ തുറന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, ഈ ലോകം എവിടെയാണ് എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ലോകം മുഴുവനും ഒരു സോദോം ഗോമോറയായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, മൊബൈൽ ഫോണിലെ വാർത്തകൾ എടുത്താൽ, ടെലിവിഷൻ വാർത്തകൾ എടുത്താൽ നമ്മൾ കാണുന്നത് എന്താണ്? കാമുകൻ കാമുകിയുടെ കൂടെ ഒളിച്ചോടി, ഭാര്യ ഭർത്താവ് അറിയാതെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി, ഭർത്താവ് ഭാര്യ അറിയാതെ കാമുകിയുടെ കൂടെ ഒളിച്ചോടി. ഇങ്ങനെ നിരവധി കുടുംബ ബന്ധങ്ങൾ തകരുന്ന അവസ്ഥ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. അടച്ചിട്ട വീട്ടിൽ യുവതിയും യുവാവും മരിച്ച നിലയിൽ, വഴിവക്കിൽ മരിക്കുന്നു, അടച്ചിട്ട മുറികളിൽ മരിക്കുന്നു, കാടുകളിൽ മരിക്കുന്നു, റോഡുകളിൽ മരിക്കുന്നു, ഹോട്ടൽ മുറികളിൽ മരിക്കുന്നു. എല്ലാം പ്രിയപ്പെട്ടവരെ വ്യഭിചാരവും അതിനോട് ചേർന്ന് വരുന്ന മരണങ്ങളുമാണ് ഏറ്റവും കൂടുതൽ വാർത്തകളായിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതെല്ലാം അതുപോലെ തുടരുമ്പോൾ നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ പോലും നമ്മൾ കാണുന്നത് ഇത്തരം തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ കഥകളാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണിത്? കർത്താവ് പറയുകയാണ്, ഞാൻ തിരിച്ചെടുക്കും, വിളവെടുപ്പിൻ്റെ സമയമായി, കൊയ്ത്ത് കാലത്തിൻ്റെ സമയമായി, എൻ്റെ വിവാഹം എന്ന പരിശുദ്ധിയെ ഞാൻ തിരിച്ചു വാങ്ങും, എൻ്റെ പരിശുദ്ധാത്മാവെന്ന വീഞ്ഞിനെ ഞാൻ തിരിച്ചു വാങ്ങും. അങ്ങനെ സഭയിൽ നിന്നും ലോകത്തു നിന്നും കർത്താവിൻ്റെ പരിശുദ്ധമായ വിശുദ്ധിയുടെ കുടുംബസ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയായ വിവാഹം എന്ന പരിശുദ്ധ കൂദാശയെ കർത്താവ് തിരിച്ചു വാങ്ങുമ്പോൾ വിവാഹം എന്ന സത്യം ഇല്ലാതെയാകും. പിന്നെ അവിടെ നടക്കുന്നതാണ് സുവർഗഭോഗങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാരങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ വീഞ്ഞ് തിരിച്ചു വാങ്ങുമ്പോൾ പരിശുദ്ധാത്മാവും സഭയിൽ നിന്ന്, ലോകത്തു നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മചൈതന്യം നഷ്ടപ്പെടുമ്പോൾ അവിടെ പിന്നെ സംഭവിക്കുന്നത് കർത്താവിൻ്റെ അഗ്നിയും തീയും ഗന്ധവുമാണെങ്കിൽ ഇന്ന് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആണവ മിസൈലുകളെയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞ് ഞാൻ തിരിച്ചെടുക്കും, നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്ത കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചെടുക്കുമെന്ന് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം
മുന്നോട്ട് യാത്ര ചെയ്യാൻ. കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് 10 വർഷങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വെക്കുവാൻ സമയമായി, അതിന് സമയം അതിക്രമിച്ചു പോയി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളതിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹോസിയ പ്രവാചകന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും, തടികഷത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു, അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുന്നു, വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു, പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു, ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കർത്താവ് പറയുകയാണ് വെളിപാട് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം, വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു എന്നാണ്. ദുർഭൂതം വഴിതെറ്റിച്ചു. പ്രിയ സഹോദരങ്ങളെ, വ്യഭിചാരം ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കുന്ന ഈ ദുർഭൂതം, ഈ ദുർവിശാശ്, അത് വിവാഹ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു. സ്വന്തം ഭാര്യ അറിയാതെ, അല്ലെങ്കിൽ ഭാര്യയെ നിന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ പുരുഷൻ്റെ കൂടെ പുരുഷൻ ഓടുകയോ സ്ത്രീ ഓടുകയോ ഭാര്യ ഓടുകയോ ഭർത്താവ് ഓടുകയോ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതമാണ് അവരെ വിശുദ്ധ കൗദാശിക തലത്തിലെ വിശുദ്ധമായ കുടുംബജീവിതത്തിൻ്റെ വിവാഹമെന്ന കൂദാശിയിൽ നിന്നും അവരെ വഴിതെറ്റിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കയറി പറയുമ്പോൾ കർത്താവ് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഹോസിയ 5-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്, എഫ്രായിം നീ പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമാണ്, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ഒന്ന് വ്യഭിചാരത്തിന് ദുർഭൂതം, മറ്റൊന്ന് രണ്ടാമത്തെ പറയുന്നത് വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്. ഒന്ന് വ്യഭിചാര ദുരാത്മാവ്, ഒന്ന് വ്യഭിചാര ദുർഭൂതം. പ്രിയപ്പെട്ടവരെ, ദേവദാസ് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ജനം നശിക്കുമെന്ന് കർത്താവ് പറയാണ്. സർവശക്തനായ പിതാവായ ദൈവം ഇതോട് ചേർന്ന് പറഞ്ഞ അറിവില്ലാത്ത ജനമാണ് ഈ ജനം. അറിവ് എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അറിവിനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിവ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ, രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ, ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭരണഘടനകൾ, ഓരോ രാഷ്ട്രവും തൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ ദുരുപയോഗവും ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തോട് ചേർന്നാണോ നാം എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്? എൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ വിശുദ്ധിയെ ഞാൻ ദൈവവചനത്തോട് ചേർന്നാണോ കൊണ്ടുപോകുന്നത്? അതോ രാഷ്ട്രീയ ബന്ധത്തോട് ചേർന്നാണോ കൊണ്ടുപോകുന്നത്? ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെ, ജ്ഞാനത്തെ, സന്തോഷത്തെ എൻ്റെ ദൈവത്തോട് ചേർന്നുള്ള കൗദാശിക തലങ്ങളോട് ചേർത്ത് വെച്ചാണോ കൊണ്ടുപോകുന്നത്? അതോ ഈ ലോകത്തിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോട് ചേർത്ത് വെച്ചാണോ കൊണ്ടുപോകുന്നത്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം പറയും സ്വർഗഭോഗമാകാം, അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്, അതൊരു രാഷ്ട്രം തൻ്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. എന്നാൽ ദൈവം ആ സ്വാതന്ത്ര്യം തരുന്നില്ല. ദൈവം പറയുകയാണ്, കുടുംബജീവിതത്തിൻ്റെ വിവാഹമാണ് ഏറ്റവും ആണിക്കല്ല്. വിവാഹത്തിൽ കൂടെ മാത്രമേ സ്ത്രീ പുരുഷന്മാർ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയായി പറയുമ്പോൾ, രാഷ്ട്രീയ തത്വസംഹിതകൾ പറയുന്നു, വിവാഹം കഴിച്ചില്ലെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ കുഴപ്പമില്ല, സ്വർഗഭോഗം ചെയ്താലും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ലെന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം പറയുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അതിനാൽ എൻ്റെ വിളവെടുപ്പും എൻ്റെ കൊയ്ത്ത് കാലവും അടുത്തെത്തി നിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ ഈ വചനം ശ്രവിക്കുന്നതെന്ന് സർവശക്തനായ പറഞ്ഞു. ഒന്ന് വ്യഭിചാരത്തിന് ദുർഭൂതവും ഒന്ന് വ്യഭിചാരത്തിന് ദുരാത്മാവും നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ കഴിയുകയില്ല എന്ന് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. എവിടെ നിന്നാണ് ഈ വ്യഭിചാര ദുർഭൂതം കയറി വരുന്നത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വൈദികർ, വചനപ്രഘോഷണത്തിൽ ഇരിക്കുന്ന ചില വൈദികർ തൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിപ്രകാരമാണ്, പൈശാചി ശക്തികളെ ബന്ധിക്കുന്ന പ്രാർത്ഥനകൾ, പൈശാചി ശക്തികളെ നമ്മൾ നിർവീര്യമാക്കുന്ന ധ്യാനങ്ങൾ,
ഇതൊക്കെ നമ്മൾ കൂടണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് വ്യഭിചാരത്തിൻ്റെ അല്ലെങ്കിൽ ദുർവൃത്തിയുടെ ദുഷിച്ച ചിന്തയുടെ ദുർഭൂതങ്ങൾ ദുരാത്മാക്കൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന നല്ല പ്രത്യേക പ്രാർത്ഥനകളും ധ്യാനങ്ങളും ആരാധനകളുമുണ്ട്. അത് തീർച്ചയായും കുംഭസാരങ്ങൾ, ശക്തമായ കുംഭസാരങ്ങളിൽ കൂടെ മാത്രമേ ഇത്തരം പൈശാചിത്യങ്ങൾ നമ്മളിന്ന് വിട്ടുപോകൂ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇത് എവിടെ നിന്നാണ് കയറി വരുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയത്തെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വെളിപാട് 17:3, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. യെരമ്യ 51:7, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണചഷമായിരുന്ന കർത്താവിൻ്റെ കണ്ണിൽ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾ ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഈ വീഞ്ഞ്? എന്താണ് കുടിച്ച വീഞ്ഞ്? നമുക്കറിയാമോ പ്രിയപ്പെട്ടവരെ? അതാണ് ഇന്ന് കാണുന്ന ബ്ലൂ ഫിലിം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവിടെയാണ്. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ഭൂമിയുടെ ഉന്മത്തമാക്കിയ സ്വർണ്ണചഷമാർ കർത്താവിനെ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾ ഭ്രാന്ത് പിടിച്ചു, കാമഭ്രാന്ത് പിടിച്ചു, പൈശാചി ശക്തികൾ ഇവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്ന് കർത്താവ് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില സത്യമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെ വന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്കറിയാം ഇതിൻ്റെ യേശു പറഞ്ഞ വചനത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ തീവ്രത, ഇതിൻ്റെ ഈ വിഷയം ഇത്ര ഭയാനകമായ രീതിയിൽ എവിടെ എത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ വിവിധ കാര്യങ്ങൾ നമുക്കറിയാം. എന്താണ് അവിടേക്ക് സംഭവിക്കുന്നത്? തൻ്റെ യേശു ക്രിസ്തുവിനെ തന്നെ ജനിപ്പിച്ച് വളർത്തി പൊന്നോമനയാക്കിയ ഒരു വ്യക്തിത്വം, ഒരു സ്വർഗീയ വ്യക്തിത്വം തന്ന കത്തോലിക്ക സഭയെ ഉപേക്ഷിച്ച് സഭയുടെ നിയമങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സഭയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ കൂടെയും മുസ്ലിമിൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടി അന്യ മതസ്ഥിരപ്പെട്ടവരുമായി വിവാഹം നടക്കുമ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ വിളവെടുപ്പും എൻ്റെ കൊയ്ത്ത് കാലവും അടുത്തെത്തിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയ സഹോദര, മകളെ നീ പോകുന്നത് ഓർത്തുകൊള്ളാൻ കർത്താവ് പറയുകയാണ്. അതിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സത്യം യാഥാർത്ഥ്യത്തെ ബോധ്യമാകുന്നത്. കർത്താവ് പറയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുവനന്തപുരത്ത് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളച്ചിട്ടില്ലാതെ നിങ്ങളോട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന ബ്ലൂ ഫിലിമുകളും ഇന്ന് കാണുന്ന നഗ്നതാ പ്രദർശനങ്ങളും ഇന്ന് കാണുന്ന ചാറ്റിങ്ങിലൂടെ കാണുന്ന അശ്ലീല സംഭാഷണങ്ങളും ഇന്ന് കാണുന്ന സിനിമകളും സീരിയലുകളും എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞാണത്. അത് യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ അതിന് വീഞ്ഞു കുടിച്ച് ജനതകൾ ഭ്രാന്ത് പിടിച്ച് പറയുമ്പോൾ ഈ ആധുനിക ലോകത്ത് ഇത്രമാത്രം കുടുംബ തകർച്ചകൾ, ഇത്രമാത്രം സഭാ തകർച്ചകൾ, ഇത്രമാത്രം കൗദാശിക തലങ്ങളിൽ നിന്നും മനുഷ്യന് ഉപേക്ഷിക്കപ്പെട്ട കൗദാശിക തലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വരാതിരിക്കുന്ന അവസ്ഥ, കുർബാനകളെ തള്ളിക്കളയുന്ന അവസ്ഥ, 2 വർഷം 3 കൂടിയാലും കുമ്പസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, ഈ യേശുവിനോടോ കൂദാശികളോടോ വൈദികരോടോ കുർബാനയോടോ താല്പര്യമില്ലാത്ത ഒരുപാട് ജനങ്ങളുള്ള ഇടവകൾ, ഒരു 500-600 ആൾക്കാരുള്ള ഇടവകയിൽ ആണെങ്കിൽ, കുടുംബക്കാരുടെ ഇടവകയിലാണെങ്കിൽ അതിൽ 100 വീട്ടുകാരെങ്കിലും പ്രിയപ്പെട്ടവരെ കൂദാശികളോട് താല്പര്യമില്ലാത്തവർ, ദേവാലയത്തിൽ വരാത്തവർ, കുടുംബ തകർച്ചയുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുള്ളവർ, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു പോയി, മക്കൾ അന്യമതസ്ഥരുടെ കൂടെ പോയി, മക്കൾ വിവാഹ ഡൈവോഴ്സിലേക്ക് പോയി, ഇങ്ങനെ തകർന്നടിഞ്ഞ കുടുംബങ്ങളെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നോടും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഈ കൊയ്ത്ത് കാലവും വിളവെടുപ്പും വരുന്ന സമയത്ത് മനുഷ്യ ശരീരങ്ങൾ ശവത്തിന് തുല്യമായിരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഇന്ദ്രിയങ്ങൾ, കാതുകളും കണ്ണുകളും ഉപയോഗിച്ച് നീ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ആനന്ദത്തിൻ്റെ, നിന്റെ ഈ ബ്ലൂ ഫിലിം കണ്ട് ഈ ഉന്മത്തമാക്കിയ നിന്റെ ആ ശരീരവും മനസ്സിലും ഉള്ളത് ദുരാത്മാവാണ്, ദുർഭൂതമാണ്. നിനക്ക് ദൈവത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല, തിരിച്ചു വരാൻ നിനക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞ ആ വചനത്തിന് അർത്ഥം യേശു പറഞ്ഞ വചനമാണ്, നിന്റെ ശരീരം ശവത്തിന് തുല്യമാണ്, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യുഗാന്ത്യത്തിൽ ഈ ലോകം
ആണവ യുദ്ധത്താൽ വെന്ത് ചാമ്പലാകുമ്പോൾ കർത്താവ് തൻ്റെ പൊന്നോമന മക്കളായി തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന പൊന്നോമന മക്കൾ യേശുവിൻ്റെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും സഹനത്തിലും കൃപയിലും പരിശുദ്ധാത്മ ഫലവും ചൂടി നിൽക്കുന്ന ക്രിസ്ത്യാനികൾ, കർത്താവ് അവരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിന്റെ ശരീരം ശവത്തിന് തുല്യമാണെങ്കിൽ നീ എവിടെയായിരിക്കും? നിന്റെ അടുത്ത് ആരായിരിക്കും? അതാണ് കർത്താവ് പറഞ്ഞത്. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുമായ അശുദ്ധ ചിന്തകൾ, അശുദ്ധ സിനിമകൾ, അശുദ്ധ ഫിലിമുകൾ, ബ്ലൂ ഫിലിം എന്ന് പറയുന്ന അശുദ്ധ ഫലം, അശുദ്ധ സംഭാഷണം. പണ്ടൊക്കെ മഞ്ഞപ്പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഇന്ന് മഞ്ഞപ്പുസ്തകം വായിച്ചു കേൾപ്പിക്കുകയാണ് മീഡിയയിൽ കൂടെ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കുള്ളതല്ല ഇത്, മനസ്സിലാക്കിക്കോണം നിങ്ങൾ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ വിളവെടുപ്പും എൻ്റെ കൊയ്ത്തുകാലവും അടുത്തെത്തി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇനി അങ്ങനെയുള്ള ഇങ്ങനെ മനുഷ്യനെ നശിപ്പിക്കുന്നവരോട് കർത്താവ് പറയുന്ന ഒരു വചനം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിനെ അവസാനിപ്പിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറയാണ്, അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുവൻ, അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവൻ, അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവൻ. അതൊരു വലിയ വചനമാണ്. അതിൻ്റെ സംഭവം ഇതാണ്, അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവൻ. അവളെന്ന് പറയുന്നത് ഇന്നത്തെ ഈ അശുദ്ധ സംഭാഷണങ്ങൾ, അശുദ്ധ ചിന്തകൾ, അശുദ്ധ സിനിമകൾ, അശുദ്ധ സീരിയലുകൾ, അശുദ്ധ കാഴ്ചപ്പാടുകൾ, അശുദ്ധ ശരീര പ്രദർശനങ്ങൾ എല്ലാം നടത്തുന്ന അവൾ ഇത് അശുദ്ധിയോടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തെങ്കിൽ അവൾ കലർത്തി കൊടുത്ത പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. അതായത് പ്രിയ സഹോദരൻ, അതിൻ്റെ അർത്ഥം ഇതാണ്, ഇന്ന് ഈ അശുദ്ധ സംഭാഷണങ്ങൾ, അശുദ്ധ സിനിമകൾ, അശുദ്ധ ഫിലിമുകൾ എല്ലാം കണ്ടും കേട്ടും നിന്റെ ശരീരം ഉന്മത്തമായിട്ടുണ്ടെങ്കിൽ, മതിലക്ഷണം കാണിച്ചിട്ടുണ്ടെങ്കിൽ, വികാരം കൊണ്ട് നീ ജ്വലിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആ അശുദ്ധ സംഭാഷണം കാതു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരം ആ ശവത്തിന് തുല്യമാണെന്നും, ആ ശവത്തിന് തുല്യമായ ശരീരമുള്ള വ്യക്തി മെത്രാനെന്നോ വൈദികരെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ വ്യക്തിയെന്നോ ഇല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തി കണ്ടാലും അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ ആണവ ആയുധത്തിൻ്റെ മുമ്പിൽ നീ നിന്നു കൊടുക്കേണ്ടി വരും. നീ കത്തി ചാമ്പലായി പോകും. അതുകൊണ്ട് പറയാണ്, അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. നീ സന്തോഷം, ഈ സുഖം നീ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ 10 ഇരട്ടി വേദന, 10 ഇരട്ടി യാതന നീ അനുഭവിച്ചിരിക്കും. അവളുടെ പാത്രത്തിൽ ഇരട്ടി കലർത്തി കൊടുക്കാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മൾ കാണാം, ഇന്ന് നടക്കുന്ന യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ് നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ, യുദ്ധമേഖലയിൽ, യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ചും ഉക്രൈനിൽ, പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത്? ഭവനം നഷ്ടപ്പെട്ടവർ, വെള്ളം കുടിക്കാനില്ലാത്തവർ, കിടപ്പടയില്ലാത്തവർ, ശരീരത്ത് വ്രണങ്ങൾ നിറഞ്ഞവർ, മുറിവ് തുന്നിക്കെട്ടാൻ പറ്റാത്തവർ, ആശുപത്രി പോകാൻ പറ്റാത്തവർ, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവർ, ഒന്ന് അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്തവർ, ഭവനമില്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ, മരുന്നില്ലാത്തവർ, ഈ ലോകത്ത് എത്രമാത്രം ആനന്ദ സുഖം അനുഭവിച്ച് ജീവിച്ചിരുന്നോ അവരതിൻ്റെ ഇരട്ടി, 10 ഇരട്ടിയില്ല, 100 ഇരട്ടിയില്ല, 1000 ഇരട്ടി വേദന അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തെ മുഖാമുഖം കാണുന്നു, ഒപ്പം മരിച്ചു വീഴുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവളുടെ പാനപാത്രത്തിൽ ഇരട്ടി കലർത്തി കൊടുക്കുവാൻ. അവൾ ഈ ലോകത്തെ ഉന്മത്തമാക്കിയെങ്കിൽ, ഈ ലോകത്തിന് ഭ്രാന്ത് കൊടുത്തെങ്കിൽ, കാമഭ്രാന്ത് കൊടുത്തെങ്കിൽ, ദുഷ്ടതയുടെ ഭ്രാന്ത് കൊടുത്തെങ്കിൽ, അത് ഏതെങ്കിലും മെത്രാനോ വൈദികനോ ക്രിസ്ത്യാനിയോ ഏത് വ്യക്തി, ഈ ലോകത്ത് ഏത് വ്യക്തി കണ്ടാലും അവൻ്റെ ശരീരം മൃതമാണെന്നും അത് ശവശരീരമാണെന്നും, അതിനാൽ ആ ശരീരത്തിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ കഴുകനിരിപ്പുണ്ടെന്നും അവൻ കൊത്തിപ്പറിക്കുമെന്നും കർത്താവ് പറയുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. യുഗാന്ത്യത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനം ശ്രമിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്. എന്താണ് കർത്താവ് പറഞ്ഞു വെച്ച് നമ്മൾ കണ്ടു. കർത്താവ് പറയുകയാണ്, അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാമെന്ന് പ്രിയപ്പെട്ടവരെ, അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. നഗ്നത മറയ്ക്കാൻ അവൾ കൊടുത്ത കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. ആ കാലഘട്ടത്തിലെത്തി. അതാണ് യുഗാന്ത്യം. അതാണ് 2033 യുഗാന്ത്യം. 2034 ഫെബ്രുവരി 15 ഈ ലോകം എന്നേക്കുമായിട്ട് കത്തിച്ചാമ്പലാകും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ, നിങ്ങളുടെ അധരങ്ങൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ് യേശു ക്രിസ്തുവിൽ നിന്ന് പിൻവലിച്ചാൽ അവിടെ ദുർഭൂതം കയറിക്കൂടുമെന്നും നിങ്ങളുടെ ശരീരം ശവത്തിന് തുല്യമാകുമെന്നും നിങ്ങളുടെ ശരീരം അഗ്നിക്കിരയാകുമെന്നും
കർത്താവിൻ്റെ വിളവെടുപ്പും കൊയ്ത്തും അടുത്തെത്തിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ കുർബാനകൾ നിന്നുപോകും, ഈ കുംഭസാരങ്ങൾ നിന്നുപോകും, ഈ സഭ അപ്രത്യക്ഷമാകും, ഈ വൈദിക സമൂഹത്തെ കാണാനില്ലാതെ ആവും, ഈ നമ്മൾ പീഡിപ്പിക്കപ്പെടും. നമ്മുടെ ആത്മാവ് മനസ്സും ശരീരം പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ കർത്താവ് പറയണം, നിന്റെ ശരീരം ശവത്തിന് തുല്യമായിരിക്കും. ഇതൊക്കെ ഈ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ക്രിസ്ത്യാനികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്തിലെ ഹിന്ദു സമൂഹത്തോടോ മുസ്ലിം സമൂഹത്തോടോ നിരീശ്വരവാദിയോടോ എനിക്ക് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് കത്തോലിക്ക സഭയോടാണ്, ആഗോള കത്തോലിക്ക സഭയോടാണ് എനിക്ക് പറയാനുള്ളത്, ഭാരത സഭയോടാണ് എനിക്ക് പറയാനുള്ളത്, കേരള സഭയോടാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ സഭയോട് പറയാണ്, ലോകസഭയോട് ആഗോള സഭയോട് ഞാൻ പറയുകയാണ്, ഈ മൊബൈൽ ഫോണും അതിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ഈശോ പറഞ്ഞ പോലെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയുടെ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരം അവൻ്റെ കണ്ണും മലങ്കാക്കൾ കൊത്തിപ്പറിക്കാനുള്ളതാണെന്നും അവൻ്റെ ശരീരം ശവത്തിന് തുല്യമാണെന്നും, അത് അച്ഛനെന്നോ മെത്രാനെന്നോ കപ്പിയാരെന്നോ ക്രിസ്ത്യാനെന്നോ വ്യക്തിയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇല്ല. ഇത് കാണുന്ന വ്യക്തികളുടെ ഈ അശുദ്ധിയുടെ വീഞ്ഞ് ആരെങ്കിലും കണ്ടെങ്കിൽ അവൻ്റെ ശരീരം ശവത്തിന് തുല്യമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിൻ്റെ വരവ് വാതിൽക്കെത്തി, പടിവാതിൽക്കെത്തി. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, ഗർഭിണിക്ക് പ്രസവവേദന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവേദിക്കും. ഉക്രൈൻ്റെ മേൽ പെട്ടെന്ന് നാശം നിവേദിച്ചു. ഇസ്രായേൽ ഹമാസിൻ്റെ മേൽ പെട്ടെന്ന് നാശം നിവേദിച്ചു. ഇനി ഇതുപോലെ ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ, പെട്ടെന്ന് നാശം നിവേദിക്കാൻ അധികം കാലമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രത്യേകം എടുത്തു വെച്ച് വായിക്കണം. ഓസിയാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം എടുത്ത് വെച്ച് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം അടുത്ത് നിൽക്കുമ്പോൾ, തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ, ഡേറ്റ് വെച്ച് പറഞ്ഞ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഈ ചാനലിൽ കൂടെ കേൾക്കണം പ്രിയപ്പെട്ടവരെ. അത് കേട്ടുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, എൻ്റെ കണ്ണിനെ ഞാൻ എങ്ങനെ ക്രമീകരിക്കണം, എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്നൊരു ദേവാലയത്തിലെത്തി, വൈദികൻ്റെ അടുത്തെത്തി, ധ്യാന സെൻറ്ററിലെത്തി, കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാനയെ ആശ്ലേഷിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിത്യജീവൻ്റെ അപ്പം ഭക്ഷിച്ച് നിത്യജീവന് യോഗ്യമായൊരു ശരീരമുള്ള വിശുദ്ധിയുടെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ കർത്താവ് പറയുന്നു, ഇതാ ഇന്നലെ നാളെ എൻ്റെ ധാന്യവും എൻ്റെ കമ്പിളി വസ്ത്രങ്ങളും എൻ്റെ ചണവസ്ത്രങ്ങളും കൊയ്ത്ത് കാലമായി യുഗാന്ത്യമായി ഞാൻ തിരിച്ചു വാങ്ങും കർത്താവ് പറയണം. അതിനാൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങാൻ പറയപ്പെട്ടവരെ. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം, ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ, അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ. എൻ്റെ ഇന്ദ്രിയങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കാൻ വേണ്ടി എൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ ആധുനിക ലോകത്തിലെ ഇത്തരം അശുദ്ധ ചിന്തകളെ, കാഴ്ചപ്പാടുകളെ നിങ്ങൾ നോക്കരുത്, കാണരുത്, കേൾക്കരുത് പ്രിയ സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടാവുകയില്ല. പക്ഷേ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ കമ്പിളിയും ചണവസ്ത്രവും തിരിച്ചു വാങ്ങും, കാരണം വിളവെടുപ്പും കൊയ്ത്തുകാലവും അടുത്തെത്തിയിരിക്കുന്നു. അതിനാൽ കർത്താവെ, അങ്ങയുടെ ഈ വിളവെടുപ്പിൽ ഞാനാകുന്ന വിശുദ്ധ ഗോതമ്പ്, ധാന്യമുള്ള എൻ്റെ വിശുദ്ധ ഗോതമ്പാകുന്ന എൻ്റെ ശരീരത്തെ എൻ്റെ കർത്താവെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുകളെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ കാത്തുകൊള്ളണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ആദരങ്ങളെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. എൻ്റെ കണ്ണുകൾ ചീത്ത സംഭവങ്ങളെ കാണാൻ വിട്ടുകൊടുക്കരുത്. എൻ്റെ കാതുകൾ അശുദ്ധ സംഭാഷണത്തിനായി കേൾക്കാൻ വിട്ടുകൊടുക്കരുത്. എൻ്റെ ജീവനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കർത്താവെ നീ കരങ്ങളിൽ താങ്ങണമേ. യേശുവെ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ, ഞാനങ്ങയെ ആരാധിക്കുന്നു. യേശുവെ, ഞാനങ്ങയെ മഹത്വപ്പെടുന്നു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായി നമ്മെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.